സംസ്ഥാനത്ത് വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ കവടിയാർ സിഗ്നലിൻ്റെ മുൻവശത്താണ്. ഇവിടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പല വിധത്തിലുള്ള നിയമലംഘനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പിടിക്കുകയും ഒക്കെ തന്നെയും ചെയ്യുന്നുണ്ട്. സാർ, എങ്ങനെയാണ് ഇവിടുത്തെ പരിശോധന മുന്നോട്ട് പോകുന്നത്? പരിശോധന ഇപ്പോൾ നമ്മൾ തുടരെ ദിവസങ്ങളിലായിട്ട് നമ്മൾ പരിശോധനകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു വൾനറബിൾ റോഡ് സ്ട്രെച്ചിൽ നമ്മൾ പരിശോധന നടത്തുന്നുണ്ട്. അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളോടൊപ്പം പരിശോധനയ്ക്ക്, സംയുക്തമായ പരിശോധനയ്ക്ക് നമ്മളോടൊപ്പം ഉണ്ട്. പോലീസുമായി ചേർന്നുകൊണ്ടുള്ള ഈ ഒരു വാഹന പരിശോധന നിയമലംഘനങ്ങൾ കുറയ്ക്കുന്നതിനും അപകട വിമുക്തമാക്കുന്നതിനും, റോഡ് അപകട വിമുക്തമാക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു അപകടങ്ങൾ പോലും ഇനി റോഡിൽ ഉണ്ടാവാൻ പാടില്ല. ഏതൊക്കെ വിധത്തിലുള്ള നിയമലംഘനങ്ങൾക്കാണ് ഫൈൻ ഈടാക്കുന്നത്? കർശനമായ പരിശോധനകൾ. ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്ന വ്യക്തികൾ ഹെൽമറ്റ് ധരിക്കുകയാണെങ്കിൽ പോലും ആ ഹെൽമറ്റ് കൃത്യമായി ധരിക്കുന്നുണ്ടോ, ചിൻ സ്ട്രാപ്പുകൾ ധരിക്കുന്നുണ്ടോ? പലർക്കും ഹെൽമറ്റ് ധരിക്കണമെന്നറിയാം, പക്ഷേ അത് ധരിക്കുമ്പോൾ എല്ലാവരും ഈ ചിൻ സ്ട്രാപ്പ് ഉപയോഗിക്കാനായിട്ട് വിട്ടുപോകുന്നു. ഹെൽമറ്റ് വച്ചിട്ട് ഒരു ഉപയോഗമില്ല ചിൻ സ്ട്രാപ്പ് ധരിക്കാതിരുന്നു കഴിഞ്ഞാൽ. നമ്മുടെ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ബ്രേക്കിങ്ങോ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ്, ഒരു കൊളിഷൻ സംഭവിക്കുന്ന സമയത്തൊക്കെ ആദ്യം നമ്മൾ ഈ ചിൻ സ്ട്രാപ്പ് ധരിക്കാതെ പോകുന്ന ഈ ഹെൽമറ്റ് ആദ്യം ഊരിപ്പോകും. അങ്ങനെ ഊരിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഹെൽമറ്റ് കൊണ്ട് എന്താ ഉപയോഗം വരുന്നത്? കുറച്ച് നാളുകളായി നമ്മൾ ഈ അപകട മരണങ്ങളും മനസാക്ഷിയെ പോലും മരവിപ്പിക്കുന്ന വിധത്തിലാണ് പല വാർത്തകളും വരുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഈ ആളുകൾ ഒരു കൃത്യമായിട്ടുള്ള വാഹന സംസ്കാരം അത് മനസ്സിലാക്കി തന്നെ വാഹനം ഓടിക്കണം, അല്ലേ? നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ അദ്ദേഹത്തിൻ്റെയും ഒക്കെ നിർദ്ദേശപ്രകാരം നമ്മൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ, കേരള സംസ്ഥാനം മൊത്തത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്നുകൊണ്ട് ഈ സംയുക്ത വാഹന പരിശോധന നടത്തുന്നത് തന്നെ എല്ലാ റോഡുകളിലും അപകട വിമുക്തമാക്കുക. ഏത് റോഡ് സ്ട്രെച്ച് എടുത്തിരുന്നാലും ആ റോഡ് സ്ട്രെച്ചിനെ അപകട വിമുക്തമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യമാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള നമ്മുടെ ഒരു ജോലി എന്ന് പറയുന്നത്. അപകട വിമുക്തമാകുന്ന റോഡ് സ്ട്രെച്ചിൽ നടക്കുന്ന അപകടങ്ങളെ മറ്റുള്ളവരുടെ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ നിൽക്കുമ്പോൾ തന്നെ ആൾക്കാരൊന്ന് വിജിലൻ്റ് ആവും, ജാഗരൂകരാകും. അവർ ഓടിക്കുന്ന ആ ഓടിപ്പിൽ തന്നെ അവരൊന്ന് ശ്രദ്ധ ചെലുത്താനായിട്ട് ശ്രമിക്കും. അങ്ങനെ അശ്രദ്ധമായ രീതിയിലുള്ള അവരുടെ വാഹനം ഓടിപ്പ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ എന്താണ് ശ്രദ്ധയിൽപ്പെട്ടത്? അതോടൊപ്പം ഈ പറയുന്നത് കൃത്യമായി ഡ്രൈവർമാർ അനുസരിക്കുന്നുണ്ടോ? കൂടുതലും ഇൻഷുറൻസ് ഇല്ല, പൊല്യൂഷൻ ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ആർക്കും ഈ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും വാഹനങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കാനായിട്ട് ആർക്കും സമയം കിട്ടാറില്ല. അപ്പോൾ അത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ വാഹനങ്ങൾ ഓടിക്കുന്ന എല്ലാ വ്യക്തികളും തങ്ങളുടെ വാഹനവുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകൾ കൃത്യമാണോ എന്നുള്ളത് പരിശോധിക്കുക. അതുപോലെ തന്നെ വാഹനങ്ങൾ ഓടിക്കുന്ന വ്യക്തികളിൽ പലരും ഹെൽമറ്റ് വയ്ക്കുമെങ്കിലും ചിൻ സ്ട്രാപ്പ് ധരിച്ച് കാണുന്നില്ല. അപ്പോൾ ഹെൽമറ്റ് വെച്ച് ചിൻ സ്ട്രാപ്പ് ധരിച്ച് വാഹനങ്ങൾ സുരക്ഷിതമായിട്ട് വാഹനങ്ങൾ ഓടിക്കാനായിട്ട് തയ്യാറാവുക. നമ്മൾ റോഡിൽ അപകടങ്ങൾ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ റോഡിൽ വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തി വിചാരിച്ചാൽ മാത്രമേ പരിപൂർണമായിട്ടും അത് നമുക്ക് കുറയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളുകളെ പ്രത്യേകം അവരെ ബോധവൽക്കരിക്കുന്നുണ്ടോ? അവർക്ക് വേണ്ടിയിട്ടുള്ള ഉറപ്പായിട്ടും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള പരിശോധനകൾ, നമ്മുടെയും ആൽക്കോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പരിശോധനകൾ നമ്മൾ നടത്തുന്നുണ്ട്. വാഹനങ്ങൾ ഓടിച്ചു വരുന്ന വ്യക്തികളെ എല്ലാവരെയും നമ്മൾ അത്തരത്തിലുള്ള പരിശോധനകൾക്ക് വിധേയമാക്കുന്നുണ്ട്. അതോടൊപ്പം ഈ പിഴത്തുക കൂടി ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ടല്ലേ മോട്ടോർ വാഹന വകുപ്പ്? പിഴത്തുക ഗണ്യമായി വർദ്ധിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ നിയമലംഘനങ്ങൾക്കുള്ള പിഴ നമ്മൾ ഈടാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വ്യക്തികൾ നിയമം ലംഘിക്കാതിരുന്നു കഴിഞ്ഞാൽ പിഴയിൽ നിന്നും അവർക്ക് രക്ഷ നേടാനായിട്ടായി ആവും. അപ്പോൾ വാഹനം ഓടിക്കുന്ന വ്യക്തികൾ എല്ലാവരും, ഓരോരുത്തരും നിയമം പാലിച്ചുകൊണ്ട് വാഹനം ഓടിക്കാനായിട്ട് തയ്യാറാകുക. അപ്പോൾ ഈ സ്പെഷ്യൽ ഡ്രൈവ് വരും ദിവസങ്ങളിൽ തുടരാൻ തന്നെയാണ് ഗതാഗത വകുപ്പിൻ്റെ തീരുമാനം. ഇനിയുള്ള പരിശോധനകളെല്ലാം തന്നെ, തുടരെയുള്ള ദിവസങ്ങളിലെ പരിശോധനകളെല്ലാം തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്നുകൊണ്ടുള്ള സംയുക്ത പരിശോധനകൾ തന്നെയാണ് നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ വൾനറബിൾ ആയിട്ടുള്ള റോഡ് സ്ട്രെച്ചുകളെല്ലാം എടുത്തുകൊണ്ട് അത്തരം റോഡ് സ്ട്രെച്ചുകളിലെല്ലാം തന്നെ ഗണ്യമായ പരിശോധനകൾ നമ്മൾ നടത്തും. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും നമ്മളോടൊപ്പം അതിന് സംയുക്തമായി നമ്മളോടൊപ്പം എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഉണ്ട്. തീർച്ചയായും അദ്ദേഹം വ്യക്തമാക്കുന്നത് പോലെ തന്നെ വരുന്നത് ആഘോഷ ദിവസങ്ങളാണ്, ക്രിസ്മസ്, പുതുവത്സര ദിനങ്ങളൊക്കെയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തന്നെ റോഡുകളിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും കർശനമായിട്ടുള്ള പരിശോധനകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് തുടരും എന്നുള്ളത് തന്നെയാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കൂടിയായിട്ടുള്ള വിജേഷ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജെയിൻ, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.